ഓം ശാന്തി. ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്കത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി. വിദേശയാത്രയ്ക്ക് മുന്നേ സ്വാമി വിവേകാനന്ദൻ ശാരദാ മാതാജിയുടെ അടുത്ത് വന്ന് അനുമതിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഈ ചോദിച്ച സമയത്ത് ശാരദാ മാതാജി അവിടെ താഴത്തൊരു കത്തി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിവേകാനന്ദനോട് പറയുകയാണ്, മോനെ ആ കത്തി ഒന്നും ഇങ്ങോട്ട് എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ വിവേകാനന്ദൻ കത്തി എടുത്തിട്ട് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം കയ്യിൽ പിടിച്ചിട്ട് പിടി ശാരദാ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ആ കത്തി പിടിച്ചപ്പോൾ ശാരദാ മാതാവ് പറയുകയാണ്, നീ പോയിക്കോളൂ വിദേശത്തേക്ക്, ലോകത്ത് നീ എവിടെ പോയാലും നീ തീർച്ചയായിട്ടും ആധ്യാത്മികതയുടെ പാതയിൽ മുന്നേറും, നിനക്ക് തീർച്ചയായിട്ടും എല്ലാം നേടാനുള്ളതായിട്ടുള്ള ശക്തിയും ആ ഒരു വിവേകവും കൈവന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. വിവേകാനന്ദന് തന്നെ അത്ഭുതം തോന്നിപ്പോയി. ഒരു കത്തി എടുത്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതൊരു പരീക്ഷ ഒളിച്ചിരിക്കുന്നത്? അപ്പോൾ ശാരദാ മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിൽ എടുക്കാം. ഒന്നുകിൽ എടുക്കുന്ന ആൾ എപ്പോഴും സാധാരണ കത്തിയുടെ പിടിയാണ് പിടിച്ച് കത്തി എടുക്കുക. കത്തിയുടെ പിടി പിടിച്ചിട്ട് തല മറ്റൊരാളുടെ കയ്യിൽ പിടിക്കാൻ വേണ്ടി കൊടുക്കും. ആ സമയത്ത് സ്വാഭാവികമായിട്ട് അതിലൊരു മെസ്സേജ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എൻ്റെ ഭാഗം ഞാൻ സേഫ് ആക്കി വെച്ചു, നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നീ പക്ഷെ കത്തി എനിക്ക് അങ്ങനെയല്ല തന്നത്, മുറിയാൻ സാധ്യതയുള്ള ഭാഗം നിൻ്റെ കയ്യിൽ വെച്ചിട്ട് ആ പിടി എൻ്റെ കയ്യിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് സ്വാഭാവികമായിട്ടും എൻ്റെ ലൈഫിൽ എന്ത് ദുഃഖം ഉണ്ടായാൽ പോലും നിങ്ങളുടെ സുഖത്തിന് ഞാൻ വില തരുന്നു എന്ന സന്ദേശം അതിൻ്റെ ഒളിഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് സ്പിരിച്വാലിറ്റി, ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾ. മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്ന കാര്യത്തിൽ ആര് പ്രാധാന്യം കൊടുക്കുന്നു, അവർക്ക് ഈ ലോകത്ത് എവിടെ പോയാലും തന്നെ ജീവിതത്തിൽ ജയിക്കാനുള്ളതായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരും. അതുകൊണ്ട് ആ വിവേകം നിനക്ക് കൈവന്നിരിക്കുന്നു, നീ ഇനി വിദേശയാത്രയ്ക്ക് പോയി വിജയിയായി തിരിച്ചു വരൂ എന്ന് അനുഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിൽ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിളാണ് അടങ്ങിയിരിക്കുന്നത് തന്നെ, ലോ ഓഫ് ഗിവിങ് എന്നത്. കൊടുക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. നമ്മൾ മുന്നും പല എപ്പിസോഡുകളിലും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പരോപകാരാർത്ഥം ഫലന്തി വൃക്ഷാഹ, പരോപകാരാർത്ഥം വഹന്തി നദ്യാഹ, പരോപകാരാർത്ഥം ദുഹന്തി ഗായഃ, പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറയാറുണ്ട്. മരങ്ങളിൽ പഴം തൂങ്ങുമ്പോൾ ഒരു മരവും അതിൻ്റെ പഴം കഴിക്കാറില്ല. ഒഴുകുന്ന നദി അതിൻ്റെ ജലത്തെ ഒരിക്കലും കുടിക്കാറില്ല. പശു പാല് ചൊരത്തുന്നത് ആ പശു അതിൻ്റെ പാലിന് കുടിക്കാറില്ല. മനുഷ്യന്മാരുടെയും ഈ ശരീരം മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ളതാണ്. അല്ലാതെ ഈ ലോകത്ത് നമ്മൾ വന്നതിൻ്റെ അർത്ഥം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി സ്വാർത്ഥപൂർണമായ ജീവിതത്തിന് വേണ്ടിയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി സുഖം കൊടുക്കാൻ, ശാന്തി കൊടുക്കാൻ, സ്നേഹം കൊടുക്കാൻ, ആനന്ദം കൊടുക്കാൻ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ സുഖവും ശാന്തിയും ആനന്ദവും നിറഞ്ഞ ശ്രേഷ്ഠമായൊരു ജീവിതം നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ നിയമം. ജീവിതം എന്ന് വെച്ചാൽ ലോ ഓഫ് ഗിവിങ് ആണ്, കൊടുക്കാനുള്ളതാണ്. കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സുഖം നിങ്ങൾക്ക് അനുഗ്രഹമായി കിട്ടുന്നതാണ്. ആ അനുഗ്രഹത്തിൻ്റെ ശക്തിയാണ് ഒരു ജീവിതത്തിലെ ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ആർജിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യം. പിന്നെ മറ്റൊന്ന്, വിവേകാനന്ദൻ വിദേശത്തെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലായിരിക്കുന്ന വസ്ത്രധാരണ രീതികൾ കണ്ടപ്പോൾ അവിടുത്തെ ഒരു വിദേശിയായിരിക്കുന്ന ഒരു കപ്പിൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ജെൻറ്റിൽമാനെ പോലൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വന്നുകൂടായിരുന്നോ ഇങ്ങനൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാനെന്ന്. ഉടനെ വിവേകാനന്ദൻ്റെ ആ ഒരു മറുപടി നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഓർക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ നാട്ടിൽ ഡ്രസ്സിങ്ങൾ കൊണ്ടാണ് ഒരാളെ ജെൻറ്റിൽമാനായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ കർമ്മം കൊണ്ടാണ് ഒരാളെ ജെൻറ്റിൽമാനായി കണക്കാക്കുന്നത് എന്ന്. വസ്ത്രധാരണം കൊണ്ടൊരാൾ ജെൻറ്റിൽമാൻ ആവുന്നില്ല. അവരുടെ വ്യവഹാരവും അവരുടെ പെരുമാറ്റവും അവരുടെ സങ്കല്പവും അവരുടെ കർമ്മവുമാണ് ഒരാളെ ജെൻറ്റിൽമാനാക്കി മാറ്റുന്നത് എന്ന്. തീർച്ചയായിട്ടും ഒരാളുടെ വസ്ത്രധാരണ രീതി കൊണ്ട് ഇന്നത്തെ ലോകത്ത് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങിൽ ജെൻറ്റിൽ ലുക്ക് ഉണ്ടാക്കിക്കൊണ്ട് കൊള്ളയാണ് നടത്തുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. മനുഷ്യന്മാർ തൻ്റെ റോയൽറ്റിയുടെ മുഖപടം കൊണ്ട് മറച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് വസ്ത്രമല്ല ഒരാളുടെ മൂല്യം അവരുടെ സംസ്കാരമാണ്, ഒരാത്മാവിൻ്റെ കർമ്മമാണ്, ഒരാളുടെ ജീവിതത്തിൻ്റെ ശക്തിയാണ്, മൂല്യങ്ങളാണ്. ആ ഒരു മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഷിക്കാഗോയിലെ സമ്മേളനത്തിൽ എൻ്റെ അമേരിക്കയിലെ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത് 2.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നിർത്താത്ത കയ്യടി വാങ്ങിച്ചതായിരിക്കുന്ന വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ആധുനിക ലോകത്തിൽ
എന്ത് പറയണം, നമ്മളതിന് മോഡേൺ വേൾഡ് എന്ന് പറയുമോ ന്യൂ ജെൻ എന്ന് പറയണോ, വാക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഇട്ട് വിളിച്ചോളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ബാഹ്യമായിരിക്കുന്ന ആർഭാടത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും പിന്നാലെ കണ്ണടച്ച് പായുമ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും വൃത്തിയായി വേഷമിടണ്ടാന്നോ നീറ്റായി നടക്കണ്ടാന്നോ ഒന്നും പറയുന്ന ആളല്ല. നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ ബാബ ഞങ്ങളെ പഠിപ്പിച്ചത് കീറിയ തുണി വേണമെങ്കിൽ തുന്നിയിട്ടോളൂ, പക്ഷേ കഴുകി നീറ്റാക്കി അയൺ ചെയ്തിട്ടിട്ടേക്കണം എന്നാണ്. അല്ലാതെ ഒരിക്കലും ഈ അച്ഛൻ്റെ മാനം കളയുന്ന മക്കളാവരുത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. എങ്ങനെയോ വേഷവിധാനം ചെയ്തുകൊണ്ട് ഒരു മുഷിഞ്ഞ വേഷം ഇട്ട് ഒരു സന്യാസി മുഷിഞ്ഞതാണ് ഇടേണ്ടത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. കീറിയിട്ടുണ്ടെങ്കിൽ ദേഹബോധത്തിൻ്റെ കാര്യമൊന്നുമില്ല, തുന്നിയിട്ടിട്ടോളൂ, ഒരു കുഴപ്പമില്ല അതിൽ. പക്ഷേ തുന്നാതെ വൃത്തികെട്ട് നടക്കരുത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശ്വര വിശ്വവിദ്യാലയം ഒരുപാട് ഹൈ ലെവൽ ആർഭാടായിട്ട് ഫാഷൻ്റെ പിന്നാലെയോ അതല്ലെങ്കിൽ ഒരുപാട് താഴ്ന്ന ലെവലിൽ വളരെ കാണുമ്പോൾ ഒരു സഹതാപം തോന്നുന്ന രീതിയിലും അല്ല, സാധാരണമായി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന വിശ്വവിദ്യാലയമാണ് ഈശ്വരീയ വിശ്വവിദ്യാലയവും. അതുകൊണ്ട് ഒരിക്കലും ആർഭാടങ്ങളുടെ പിന്നാലെ ഫാഷൻ വേണ്ടെന്ന് പറയില്ല, പക്ഷേ ഫാഷന് വേണ്ടി ഫാഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും കോലം കെട്ടുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്ത് പേരിട്ട് വിളിച്ചാലും അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ സ്വയം നമ്മളെ അതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. നമുക്ക് അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കലല്ല. അതുകൊണ്ട് നമുക്ക് അനുയോജ്യമായതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ വാക്കിലും നോക്കിലും കർമ്മത്തിലും ചിന്താധാരയിലും ഒരു മനുഷ്യന് യഥാർത്ഥമായ പരിഷ്കാരം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, മൂല്യങ്ങൾ ആധാരത്തിൽ സശക്തമായിരിക്കുന്ന ഒരു വ്യക്തിത്വമായി വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അതുതന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് മൂല്യം ഉണ്ടാകുന്നതിൻ്റെ, ആദരവ് കിട്ടുന്നതിൻ്റെ, റെസ്പെക്റ്റിൻ്റെയൊക്കെ ആധാരം എന്ന് ആ കാലഘട്ടത്തിലെ വിവേകാനന്ദ സ്വാമികൾ തൻ്റെ വാക്കിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളപ്പുറം മറ്റൊരു കാര്യം, ഒരിക്കൽ അദ്ദേഹം വിദേശത്തുള്ള സമയത്ത് 2 പേര് വിവേകാനന്ദ സ്വാമിയെ കണ്ട സമയത്ത് അടുത്ത് വന്ന് പറഞ്ഞു, ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചു. അപ്പോൾ വിവേകാനന്ദ സ്വാമി മറുപടി പറഞ്ഞു, നമസ്കാരം എന്ന്. അപ്പോൾ ഹലോ ഹൗ ആർ യു പറഞ്ഞപ്പോൾ ആ ഇംഗ്ലീഷുകാർ വിചാരിച്ചത് ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിൽ ഒരാൾക്ക് കുറച്ചൊക്കെ ഒരു തട്ടുമുട്ടായിട്ട് ഹിന്ദി പറയാൻ അറിയായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു കൈസേ ഹോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത വാക്കിന് വിവേകാനന്ദ സ്വാമി ഉത്തരം പറഞ്ഞു ഐ ആം ഫൈൻ എന്ന്. അപ്പോൾ അവരാകെ അത്ഭുതപ്പെട്ടു പോയി. അവർ ഇംഗ്ലീഷ് ചോദിച്ചപ്പോൾ ഹിന്ദി ഉത്തരം പറഞ്ഞു, ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് ഉത്തരം പറഞ്ഞു. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ സ്വാമികളുടെ ഉത്തരമായിരുന്നു, നിങ്ങളുടെ അമ്മേനെ ആദരിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ ആദരിച്ചു. അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം സ്വന്തം അമ്മേനെ ആദരിച്ചു, നമസ്കാരം പറഞ്ഞു. അവർ മറ്റൊരാളുടെ അമ്മേനെ ആദരിച്ചപ്പോൾ, അതായത് ഹിന്ദി സംസാരിച്ചതോടെ ഭാരതത്തിൻ്റെ ഭാഷേനെ അദ്ദേഹം അംഗീകരിച്ചു. അതോടെ അദ്ദേഹത്തിന് നിങ്ങളുടെ അമ്മേനെ ഞാനും മാനിച്ചു എന്ന്. സ്വയം ആദരവ് എത്രയുണ്ടോ അത്ര തന്നെ മറ്റുള്ളവർക്ക് ആദരവ് കൊടുക്കാൻ കൂടി ഒരു മനുഷ്യൻ ബാധ്യസ്ഥനാണ്. ഇതാണ് ഒരു ഒത്തുചേർന്ന് മുന്നോട്ട് പോകൽ. പരസ്പരതായിട്ട് റെസ്പെക്റ്റ് കൊടുക്കാനും എടുക്കാനും പഠിച്ചുകൊണ്ട് തൻ്റെ പേഴ്സണാലിറ്റിയിലെ സെൽഫ് റെസ്പെക്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെയുള്ള ആളുകളുടെ ഇടയിലും എത്രത്തോളം അഭിമാനത്തോടെയും അതേസമയം തന്നെ ദുരഭിമാനമില്ലാതെയും എങ്ങനെ പെരുമാറണം എന്നത് ഉത്തമ ഉദാഹരണമായിട്ട് ആ സമയത്ത് അദ്ദേഹം കാണിക്കുകയുണ്ടായിരുന്നു. വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞു പോലും എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ സ്വാമി പറഞ്ഞു ഒരിക്കലും ഇല്ല, ഞാനൊരു ബ്രഹ്മചാരിയാണ്, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളെപ്പോലൊരു മോനെ എനിക്ക് തീർച്ചയായിട്ടും വേണം, അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചേ തീരുമെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ സ്വാമികൾ ഉടനെ തന്നെ കൈകൂപ്പിക്കൊണ്ട് ആ സ്ത്രീയോട് പറഞ്ഞു അത്രേ, എന്നെപ്പോലൊരു മകനെ കിട്ടാനാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്നാൽ ഒരു സംശയവും വേണ്ട, ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ മകനാണ് എന്ന് പറഞ്ഞു എന്ന്. അത്രയ്ക്ക് ആദരവിൻ്റെ, സ്ത്രീകളോടതായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ, സമൂഹത്തിലെ മറ്റൊരു ജീവിയോടതായിട്ടുള്ള ആദരവ് കൊടുക്കുന്നതിൻ്റെ ഒരു ഉത്തമ എക്സാമ്പിളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ആദരവ് എത്ര നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഒപ്പം നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത്രയും നമ്മുടെ ജീവിതം ഈ ലോകത്തെ എല്ലാവരാലും ആദരണീയമായിക്കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.